നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി എൻക്വയറി വരാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ആഡ്സ് റൺ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സെയിൽസ് കൂട്ടുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ചെറിയ കോഴ്സിൽ നിങ്ങൾ ആഡ്സ് പെർഫോം ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടാണ്. നമ്മൾ അവരുടെ അക്കൗണ്ട് എങ്ങനെയാണ് സീറോന്ന് നമ്മൾ ബിൽഡ് ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ അവർക്ക് സെയിൽസ് കൂട്ടിയത്, ഏതൊക്കെ ക്യാമ്പയിനാണ് നമ്മൾ റൺ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്ന ബ്രാൻഡ് അവർ ആക്ച്വലി ഒരു കുഞ്ഞു ബ്രാൻഡ്, വലിയ ബ്രാൻഡൊന്നും അല്ല, ചെറിയൊരു ബ്രാൻഡാണ്, കേരളത്തിലൊരു ബ്രാൻഡാണ്, നമ്മളൊരു ക്ലയൻ്റാണ് പുള്ളി. അപ്പോൾ അവരുടെ അക്കൗണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു വർഷം 4000 യൂണിറ്റ് അടുപ്പിച്ച് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്തു. 18 ലക്ഷത്തിൻ്റെ ടേൺ ഓവർ നമുക്ക് ഈ ഒരു പകുതി ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആവറേജ് സെല്ലിംഗ് പ്രൈസ് വെറും 495 രൂപയാണ്. 500 രൂപയ്ക്ക് താഴെയുള്ള പ്രൊഡക്റ്റാണ് അവർ സെല് ചെയ്യുന്നത് ആമസോണിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അവർക്ക് എന്തൊക്കെ ക്യാമ്പയിനാണ് നമുക്ക് ചെയ്തതെന്ന് നോക്കാം. അതിനു മുമ്പ് ജസ്റ്റ് അവരുടെ ക്യാമ്പയിൻ്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ 1 ലക്ഷം രൂപ ആഡിന് സ്പെൻഡ് ചെയ്തു. 7.6 ലക്ഷം രൂപയുടെ സെയിൽ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റി. കോസ് 16 കോസ് 6. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡേറ്റ. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ എന്തൊക്കെ ക്യാമ്പയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് പെർഫോം ചെയ്തത്, അങ്ങനെയുള്ള A to Z എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മിസ്സാവും, അത്രയേ ഉള്ളൂ. ഈ അക്കൗണ്ടിൽ ബേസിക്കലി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻസൊക്കെ തന്നെയാണ്. അല്ലാണ്ട് ഞാനതിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ക്യാമ്പയിൻസാണ്, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല. എന്നിട്ടും നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് ഈ ഒരു ക്ലയൻറ്റിന് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് ആദ്യത്തെ 3 ക്യാമ്പയിൻ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് 3 ആക്ച്വലി കീവേഡ് ബേസ്ഡുള്ള ഫസ്റ്റ് 3 ക്യാമ്പയിൻസ് കീവേഡ് ബേസ്ഡുള്ള ക്യാമ്പയിൻസ് ആയിരുന്നു. ബട്ട് അത് ആക്ച്വലി ഞങ്ങൾക്ക് നല്ലപോലെ അത് പെർഫോം ചെയ്തില്ല. അതുകൊണ്ട് ഞാനത് 3 പോസ്റ്റ് ചെയ്തു. അതിനുശേഷം വരുന്ന 2 ക്യാമ്പയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 2 ഡിഫൻസ് ക്യാമ്പയിനാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ ROS ഐക്കോസ് വന്നിട്ട് 6, ഒന്നിൻ്റെത് 12 നമ്മൾ ഓൾമോസ്റ്റ് 481 യൂണിറ്റ് 631 യൂണിറ്റും ഈ 2 സ്ട്രാറ്റജി മാത്രം യൂസ് ചെയ്ത് സെല് ചെയ്തു. അതായത് ഓൾമോസ്റ്റ് ഒരു 1000 യൂണിറ്റ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി മാത്രം യൂസ് ചെയ്ത് നമ്മൾ സെല് ചെയ്തു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ റീബോക്ക് ഒന്ന് സെർച്ച് ചെയ്തു. റീബോക്ക് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് റീബോക്കിൻ്റെ ആഡാണ്. കണ്ടോ, ഇത് ഒരു ബ്രാൻഡ് ഡിഫൻസ് ക്യാമ്പയിനാണ്. അതിനുശേഷം നമ്മൾ തൊട്ട് താഴെ പോകുമ്പോൾ ഇവിടെ സ്പോൺസേർഡും ഫുള്ള് റീബോക്കാണ്. കണ്ടോ, ഇതും ഒരു ബ്രാൻഡ് ഡിഫൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ താഴോട്ട് പോവുകയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പല പ്രൊഡക്ട്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇവിടെ കണ്ടു, ഇവിടെ വീണ്ടും റീബോക്കിൻ്റെ ആഡ് വരുന്നുണ്ട്. ഇത് സ്പോൺസർ സെക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി ബ്രാൻഡ് ഡിഫൻസ് ആണ്. ഇപ്പോൾ നമുക്കത് ഇവിടെ കണ്ടു, ഇത് സ്പോൺസേർഡാണ്. ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അങ്ങനെ പല സെക്ഷനിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. വീഡിയോ ആയിട്ട് ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യാം, കീവേഡായിട്ട് ടാർഗറ്റ് ചെയ്യാം, ഡിസ്പ്ലേ ക്യാമ്പയിനായിട്ട് ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം നമ്മൾ പൊതുവെ ഡിഫൻസ് ക്യാമ്പയിൻ എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാമ്പയിൻ ആക്ച്വലി നമുക്ക് നല്ലതുപോലെ വർക്കായിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ക്ലയൻറ്റിന് ആക്ച്വലി നല്ലതുപോലെ വർക്കായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജി എല്ലാ ക്ലയൻറ്റിനും വർക്കാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ലെന്ന് തന്നെ പറയണം. ബട്ട് വലിയ ബ്രാൻഡ്സൊക്കെ ആണെങ്കിൽ നല്ല കിട്ടിലോട്ട് വർക്കാവും. ബട്ട് ഇതൊരു കുഞ്ഞു ബ്രാൻഡാണ്, ബട്ട് സംഹൗ ഇറ്റ് വർക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ഓട്ടോ ക്യാമ്പയിനാണ്. ഓട്ടോ ക്യാമ്പയിൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. നല്ലൊരു വീഡിയോ ആണ്. ഇതിനകത്ത് ഞാൻ ഇൻ ഡെപ്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമ്പയിൻ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ക്യാമ്പയിൻ ആക്ച്വലി നമുക്ക് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് 14% ഏക്കോസ് വരുന്നുള്ളൂ. നമ്മൾ 26 പർച്ചേസ് നമുക്ക് ഇതുവഴി ജനറേറ്റ് ചെയ്യാൻ പറ്റി. അതിന് താഴെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു പുതിയൊരു ക്യാമ്പയിനാണ് ഞാൻ സെറ്റ് ചെയ്തത്. അതും ഓട്ടോ ക്യാമ്പയിനാണ്. അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജി. മറ്റേതൊരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജി. ഇത് ആക്ച്വലി ലോ ബിഡിലുള്ളൊരു ക്യാമ്പയിനാണ്. ഇത് ആക്ച്വലി കുറച്ചുകൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ക്യാമ്പയിനാണ്. അത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സെറ്റ് ചെയ്തതേ ഉള്ളൂ. ഇത് ആക്ച്വലി നല്ലോണം നമുക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് 15% ഐക്കോസ് വരുന്നു. 5 യൂണിറ്റേ സെയിലായുള്ളൂ. അതിനുശേഷം വരുന്നത് കീവേഡാണ്. സ്പോൺസർഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു ക്യാമ്പയിനാണ്. അതും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഈ വീഡിയോ ആണ്. ഇതിൽ രണ്ടിൽ ഏതോ ഒരു വീഡിയോ ആണ്. ദിസ് വീഡിയോ ഈ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. നമ്മളെങ്ങനെയാണ് ക്യാമ്പയിൻ സ്ട്രക്ചർ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാമ്പയിന്, ഈ ഒരു കീവേഡ് ടാർഗറ്റിംഗ് ക്യാമ്പയിന് നമുക്ക്
എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 23% ഈ കോഴ്സ് ഇവിടെ വരുന്നത്. ഈ 35 യൂണിറ്റ് വിറ്റു. ഇവിടെ താഴെ വരുന്നത് സെയിം ആണ്. ഇത് ആക്ച്വലി ഞാനിങ്ങനെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി ഉള്ളതുപോലെ തോന്നും. ബട്ട് ആക്ച്വലി ഇത് വർക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ഞാൻ ഫ്രേസിന് വേണ്ടിയിട്ട് വെക്കും, വേറൊന്ന് ഞാൻ ബ്രോഡായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യും, വേറൊന്ന് ഞാൻ എക്സാക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ പൊതുവിൽ എല്ലാവരും പറയുന്നത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യാനാണ്. ബട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. കാര്യം അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊന്നും ഒരു ഐഡിയയും കിട്ടില്ല. അപ്പോൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡിലാണ്, ഫോർ എക്സാമ്പിൾ ഷൂസ് പോലുള്ള പ്രൊഡക്റ്റ്, ഡ്രസ്സൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കീവേഡ്സ് കിട്ടും. അപ്പം എല്ലാ കീവേഡും കൂടെ നമ്മൾ ഒറ്റ ക്യാമ്പയിനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നല്ല റിസൾട്ട് കിട്ടില്ല. അപ്പം നമ്മൾ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് വേണം ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ക്യാമ്പയിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പോൺസേർഡ് പ്രോഡക്റ്റിൽ നമുക്കിവിടെ കീവേഡ്സിൽ നമുക്കിവിടെ 135 യൂണിറ്റ് നമുക്ക് സെല് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഇവിടെ 150 യൂണിറ്റ്, 34, ഇവിടെയൊക്കെ കോഴ്സ് നോക്കുകയാണെങ്കിൽ 30, 35 ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ബട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഈ ഒരു ക്യാമ്പയിൻ നമുക്ക് തീരെ വർക്കായില്ല. അപ്പം ഞാനതങ്ങ് പോസ് ചെയ്തു. ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമുക്ക് തീരെ വർക്കാവുന്നില്ലായിരുന്നു, അതാണ് ഞാൻ പോസ് ചെയ്തത്. ഇതൊരു പുതിയ ക്യാമ്പയിനാണ്. ഇതാണ് റിയാലിറ്റി. ആക്ച്വലി നമ്മൾ എപ്പോഴും ഒരു പുതിയ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കോഴ്സ് 100-നും 200-നും ഇത്രയൊക്കെ വരും. പിന്നെ അത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്താണ് ആ ഒരു നമ്മുടെ കൺട്രോളറിലോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഈ കോഴ്സ് 16 ഈ 200, 195, 74, 80, 70 ഒക്കെ കാണുമ്പോൾ നമ്മൾ പേടിക്കും അല്ലേ. ബട്ട് അങ്ങനെയല്ല. നമ്മളത് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചറായിട്ട് ചെയ്യുക. പതിയെ ഒപ്റ്റിമൈസ് ചെയ്ത് ഇതെല്ലാം ഈ റിസൾട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു 30-ന് താഴെയൊക്കെ ഈ കോഴ്സ് വരുന്ന ക്യാമ്പയിനെല്ലാം ഒത്തിരി നാളായിട്ട് റൺ ചെയ്യുന്നത്, ഓൾമോസ്റ്റ് 6 months ആയിട്ട് റൺ ചെയ്യുന്ന ക്യാമ്പയിൻസാണ്. നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്താണ് ആക്ച്വലി ഈ ഒരു ലെവലിലോട്ട് എത്തിയത്. തുടക്കത്തിൽ എപ്പോഴും നമുക്ക് 70, 80, 190, 200 വരത്തുള്ളൂ. അത് നമ്മൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, അതെങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും ആ ഒരു ആഡ് മെച്ചോർഡായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് റിസൾട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഞാൻ ഓൾറെഡി ഈ 2 ക്യാമ്പയിൻ മാത്രമല്ല, അതായത് ഈ ക്യാമ്പയിൻ മാത്രമല്ല, പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ് ക്യാമ്പയിനും കൂടെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഈ ഒരു 3 വീഡിയോ ആണ് ഞാൻ 90% ആഡിന് വേണ്ടി യൂസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു 3 വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റബിളായിട്ട് നിങ്ങൾക്ക് ആമസോണിൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ പഠിക്കാനായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കോണ്ടന്റ് എല്ലാം ഇട്ട് തരുന്നത്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഞാൻ ഒരു പോലും മേടിക്കുന്നില്ല. പഠിക്കാനായിട്ട് വില്ലിങ് ആവുക, സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും. ക്യാമ്പയിൻസ് ഒന്നും നമ്മൾ ഇട്ടുടനെ തന്നെ നമുക്ക് വലിയ സഡനായിട്ടുള്ള റിസൾട്ട്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എല്ലാം ടൈം എടുക്കും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വില്ലിങ് ആവുക, ചെറിയ എമൗണ്ടിൽ ആഡ് ചെയ്യുക, പഠിക്കുക, സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, ഗ്രോ ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.